വിവരം കൈകാര്യം ചെയ്യാനായിട്ട് അത് സെർച്ചബിൾ ആയിരിക്കുക എന്നുള്ളത് ഈ പുതിയ ഏജിന്റെ ട്രെൻഡ്. യു കനോട്ട് ഡു വിത്തൗട്ട്. ഇത് നമ്മുടെ ഫോൺ നമ്പർ പോലും പഴയതുപോലെ നോക്കുന്നില്ല, സെർച്ച് ചെയ്ത് പേര് അടിക്കുമ്പോൾ അതുപോലെ വരണം. അല്ലാതെ പഴയ ടെലിഫോൺ ഡയറക്ടർ നിങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്ത് ഒന്ന് മറിച്ചു നോക്കി ഒരു നമ്പറിൽ പിടിക്കായിട്ട് ശ്രമിച്ചു അപ്പോൾ അത് ഉണ്ടാക്കി ആളെ കൈ ഉണ്ടാക്കി അത് വെച്ച് അടിച്ചു കൊടുക്കും. ഒന്നാമത് അക്ഷരം എന്ന് പറഞ്ഞാൽ മറ്റേ ഉറുമ്പിന്റെ എത്രയോ ഉള്ളു അക്ഷരം. പിന്നെ വേറൊന്ന്, നിങ്ങൾ ഒരാളുടെ നമ്പർ നോക്കിയാൽ അയാൾ ട്രിവാൻഡ്രത്തെ ഏത് ഏരിയയിൽ, അതായത് BSNLന്റെ രീതി അനുസരിച്ച് ഏത് ഏരിയയിൽ താമസിക്കുന്നത് അറിഞ്ഞാലേ നമ്പർ വിളിക്കാം. കാരണം ആ ഏരിയയുടെ അകത്താണ് അയാളുടെ പേരുണ്ട്. നെടുമങ്ങാടാണ്, തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് താമസിക്കുന്നതെങ്കിൽ അത് പ്രത്യേക ഒരു എക്സ്ചേഞ്ച് ആണെന്ന് നമുക്ക് അറിയണം, എന്നാലേ അവിടെ നോക്കാം. പിന്നെ അതിനകത്ത് പോയി ആൽഫബറ്റിക് ഓർഡറിൽ നോക്കി ഇയാളുടെ പേര് എടുക്കുമ്പോൾ മിക്കവാറും നമുക്ക് ഇയാളെ വിളിക്കേണ്ടതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ സെർച്ചബിൾ ആകുക. അപ്പൊ ഇത് ബുക്ക് സെർച്ച് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, ഇത് വലിയ സംഭവമാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ അകത്ത് കയറി സെർച്ച് ചെയ്യണം. അപ്പൊ ഈ ബുക്ക് മുഴുവൻ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയ ഇറ്റ് ഈസ് സ്റ്റിൽ എ ബിഗ് ലീഗൽ ബാറ്റൽ. പബ്ലിഷേഴ്സ് എല്ലാം നമ്മുടെ കേസ് കൊടുക്കുന്നുണ്ട്, ഇവരുടെ ബുക്കെല്ലാം എടുക്കും ഡിജിറ്റൈസ് ചെയ്യും. പക്ഷെ ഇവരെ ബുക്കിനെ മുഴുവൻ നമുക്ക് തരുന്നില്ല, പെർമിഷനുള്ള ബുക്സ് മാത്രമേ നമുക്ക് തരുള്ളൂ. പക്ഷെ ഇന്ന പേജിൽ ഇന്ന വാക്കുണ്ട് എന്ന് പറയാനായിട്ട് അതിന്റെ സ്നിപ്പറ്റ് വ്യൂ എന്ന് പറഞ്ഞു ചെറിയൊരു വാക്ക് വന്നിരിക്കുന്ന ഭാഗം എടുത്ത് കാണിക്കുന്നതും അവർ പറയുന്ന അമേരിക്കൻ ലോയിൽ ഫെയർ യൂസ് പോളിസി എന്നൊരു പോളിസി ഉണ്ട്, അത് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ആർഗ്യുമെന്റിൽ കേസ് ഇങ്ങനെ കിടക്കുകയാണ്. ചിലരുമായിട്ട് ഇവർ രാജിയായി കേസ്, വേറെ ചിലർ വീണ്ടും കേസ് പ്രൊസീഡ് ചെയ്തു. പക്ഷേ ഫെസിലിറ്റീസ് അവൈലബിൾ, ഇറ്റ് ഇസ് നോട്ട് പ്രോബ്ലം. അപ്പൊ ഇതിനകത്ത് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് കൊടുത്താൽ ഈ രീതിയിലാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. ബുക്ക് തന്നെ നമ്മുടെ ബുക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ കാണാം. താഴെ എഴുതിയിട്ടുണ്ട് എന്ത് ടൈപ്പാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ലിമിറ്റഡ് റിവ്യൂ. അപ്പോൾ അതിന്റെ കണ്ടന്റ് പേജ് വായിക്കാം, ഫോർവേഡ് വായിക്കാം, പിന്നെ ടൈറ്റിൽ പേജ്, ക്രെഡിറ്റ്സ് പേജ് ഒക്കെ വായിക്കാം, അതിന്റെ ഇൻഡെക്സ് വായിക്കാം. ചിലപ്പോൾ 1-2 ചാപ്റ്റർ വായിക്കാം. അത് തന്നെ ധാരാളം. നമുക്കൊരു ബുദ്ധിജീവി ചമയാനൊക്കെ അത് ധാരാളം. നമുക്ക് വായിച്ചു പറയാനും പ്രാവശ്യം വായിക്കാൻ വായിക്കാൻ 2 പേജ് കൊണ്ട് വായിക്കാം. അത്യാവശ്യത്തിന് ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗുണമുള്ള ചില വിവരങ്ങൾ കിട്ടിയെന്ന് വരും. ചില പുസ്തകങ്ങൾ പുതിയത് വാങ്ങാം, പഴയത് വാങ്ങാം. പഴയതാണെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ ടെക്സ്റ്റ് മുഴുവൻ വായിക്കും. അപ്പൊ നിങ്ങളുടെ അലമാരയിൽ ഇരിക്കുന്ന പുസ്തകം, ഞാൻ ഉദാഹരണം ചരിത്രം പറയുന്നതിൽ ക്ഷമിക്കുക, എന്റെ ഇഷ്ടവിഷയം. തിരുവിതാംകൂർ ചരിത്രത്തിന്റെ പഴയ പുസ്തകം എന്ന് പറയുന്നത് ട്രാവൻകൂർ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ഏർലിയസ്റ്റ് ടൈംസ്. നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അലമാരി കൂട്ടി താക്കോൽ കളഞ്ഞേക്കുക, നോക്കണം. സെയിം ബുക്ക് ഇസ് അവൈലബിൾ ഓൺ ഗൂഗിൾ സെർച്ച്. വാട്ട് ഇസ് മോർ, ആ ബുക്കിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രത്യേക വിഷയം നോക്കാനായിരിക്കും എടുക്കുന്നത്. നോവൽ പോലെ ആദ്യം പോലെ അവസാനം വരെ എപ്പോഴും വായിക്കില്ല. അപ്പൊ അതിനകത്ത് തിരുവനന്തപുരത്ത് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയത് എന്നാണ്, അതിനെക്കുറിച്ച് എവിടെയെങ്കിലും പരാമർശിക്കണമെന്ന് അറിയണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇതിലോട്ട് പോവുക. ട്രാവൻകൂർ എന്ന് കൊടുത്താൽ ആദ്യം വരുന്ന ഈ ബുക്ക് തന്നെ. അതിനകത്ത് സെർച്ച് വിത്തിൻ ദ ബുക്ക് ബ്രിഡ്ജ് എന്ന് കൊടുത്താൽ പേജ് 79 ഒരു ബ്രിഡ്ജ് ഉണ്ട്, പേജ് 120 ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതിന്റെ ചെറിയ പാരഗ്രാഫിന്റെ സ്നാപ്ഷോട്ട് ഉണ്ട്. അൺമാച്ച്ഡ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് ബുക്സ്. ബുക്കുകളിടയിൽ പരതുക എന്നുള്ളൊരു ആശയമേ ഇല്ല. നമുക്ക് കൃത്യമായിട്ട് വേണമെങ്കിൽ അപ്പോൾ നമുക്കൊരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ബുക്കിന്റെ പേജ് നമ്പർ കുറിച്ച് നമുക്ക് എടുത്ത് വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ഇത് ഫുൾ ടെക്സ്റ്റ് ആണെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ പ്രിന്റ് എടുത്താൽ so you can read what is there, which will bring us enormous amount of advantage in collecting information books. അപ്പോൾ ഒരു 60-70 വർഷം പഴക്കമുള്ള പുസ്തകമാണെങ്കിൽ അത് കോപ്പിറൈറ്റിന് പുറത്തായി കാണാൻ സാധ്യതയുണ്ട്. ലൈഫ് ടൈം പ്ലസ് 70 years 60 years. പിന്നെ വേറെ ചില പുസ്തകങ്ങൾ കോപ്പിറൈറ്റ് ഇല്ല, പുതിയതായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴും ആസ് പെർ കോപ്പിറൈറ്റ് ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള അതെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. പുതിയ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോഴത്തെ പുതിയ പോളിസി വെരി മെനി പബ്ലിഷേഴ്സ് ട്രൈ ടു പബ്ലിഷ് കോപ്പിറൈറ്റ് റെസ്ട്രിക്ഷൻസ്, അതെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം ബുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ക്ലിക്ക് ചെയ്താൽ ഓരോ പേജായിട്ട് വരും. ആ പേജിന് കൂടി എഴുതിയിരിക്കുന്ന ക്ലിക്ക് ചെയ്താൽ പേജ് മറന്നു വന്ന് ഓരോ പേജായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില സ്ഥലത്ത് വരുമ്പോൾ these many pages are excluded from this view എന്ന് എഴുതി കാണിക്കും. എൻ്റെ അർത്ഥം they don't want to get that view to get the advantage of the whole book. സാർ ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഇപ്പോൾ ചങ്ങമ്പുഴയുടെ തിരുവിതാംകൂർ ചരിത്രം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ഇടാം. ഇതിൽ മുഴുവൻ പ്രിന്റ് എടുക്കുകയോ എന്ത് വേണം ചെയ്യാം. അപ്പം ഞാൻ പറയാൻ കാര്യം, ഇപ്പം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ ഗവൺമെന്റ് ഒരുപാട് പൈസ ചെലവാക്കി ബുക്കെല്ലാം ഡിജിറ്റൈസ് ഇവിടെ. പക്ഷേ ദ ഫാക്ട് ഇസ് ദാറ്റ് അവിടെ ഇരിക്കുന്ന 80-85% പുസ്തകങ്ങളും വെസ്റ്റേൺ ബുക്സ് ആണ്. അത് മുഴുവൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വെബിൽ കിടക്കുക. ബട്ട് വി ആർ
taken another copy of it, perhaps done it in a small bad manner. And anyway, it is not available to the public, so അവിടെ ചെന്ന് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, പൈസ പോയത് മാത്രമേ ഉള്ളൂ.